ഓക്കെ, നിങ്ങളെന്തെങ്കിലും ഒരു റേസ് കാറിൽ നിന്ന് ഇങ്ങനെയൊരു ശബ്ദം ഉണ്ടാകുന്നതെന്ന് ചിന്തിച്ചു. ഇതിനെ വൈരിങ് എന്നാണ് പറയുന്നത്. ഇത് എഞ്ചിൻ നോയ്സ് അല്ല, ഇതുണ്ടാകുന്നത് ഗിയർ ബോക്സിൽ നിന്നാണ്. ഇതിന് കാരണം എന്ന് പറയുന്നത് സ്പോർട്സ് കാറുകളിൽ ഉപയോഗിക്കുന്ന സീക്വൻഷ്യൽ ഗിയേഴ്സാണ്. ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കട്ട്സ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ ട്രാൻസ്മിഷൻ കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് റേസിങ്ങിൻ്റെ ഇടയിൽ ഡ്രൈവേഴ്സ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് വളരെ സ്മൂത്ത് ആയിട്ടാണ് അപ്പ് ഷിഫ്റ്റ് ചെയ്യുന്നത്, ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത്. സീക്വൻഷ്യൽ ഗിയർ ബോക്സിന് സ്ട്രെയിറ്റ് കട്ട്സ് ആണുള്ളത്. നമ്മുടെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിലുള്ളത് ഏതെങ്കിലും ഹെലിക്കൽ ഗിയേഴ്സ് ആയിരിക്കും. സ്ട്രെയിറ്റ് കട്ട് ഗിയേഴ്സ് തമ്മിൽ നല്ലൊരു കോണ്ടാക്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനുണ്ടാകുന്ന പവർ അത്രയും തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വീൽസിലേക്ക് തന്നെ. റേസിങ്ങിനുണ്ടാകുന്ന ആ ഒരു സ്ട്രെസ്സിൽ ഈ ഒരു സ്ട്രെയിറ്റ് ഗിയേഴ്സ് മോർ ഡ്യൂറബിളുമാണ്, സ്ട്രോങ്ങുമാണ്. അതല്ല, റേസിങ്ങിൽ കൂടുതൽ വേണ്ടത് എഫിഷ്യൻസി, സ്പീഡുമാണ്. സ്പോർട്സ് കാറുകളിൽ സീക്വൻഷ്യൽ ഗിയർ ബോക്സ് ആണ് പറയുന്നത്. അത് കാരണം ഡയറക്റ്റ്ലി സെക്കൻഡ് ഗിയറിൽ നിന്ന് ഡയറക്റ്റ്ലി ഫോർത്ത് ഒന്നും ഇടാൻ പറ്റത്തില്ല. 1, 2, 3, 4 അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അതുപോലെ തിരിച്ചു വരുമ്പോഴും ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും 5, 4, 3, 2 അങ്ങനെ വരാൻ പറ്റുള്ളൂ. അതുമല്ല, ഈ ഗിയറിന്റെ ഷേപ്പ് കാരണം ഗിയർ ഷിഫ്റ്റിങ് വളരെ ഈസിയാണ്. അപ്പ് ഷിഫ്റ്റ് ചെയ്യാനും ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനും. ഗിയറുകൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് അൾട്രാ ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. 50 മില്ലി സെക്കൻഡിനുള്ളിൽ ഗിയറുകൾ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. റേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ക്ലച്ചസ് ഉപയോഗിക്കുന്നത് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ. പിന്നെ റേസ് സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കഴിഞ്ഞാൽ പിന്നെ ക്ലച്ചിന് ഉപയോഗിക്കില്ല. ക്ലച്ചിൽ ഗിയർ ഷിഫ്റ്റിംഗ് ആണ് നടക്കുന്നത്. അത് ചെയ്യുന്നത് കാറിൻ്റെ ECU-ആണ്. ഗിയേഴ്സ് തമ്മിലുള്ള ഈ ഡയറക്റ്റ് കോണ്ടാക്ട് കാരണമാണ് ഈ എക്സ്ട്രീം ആയിട്ടുള്ള നോയ്സും വൈബ്രേഷനും ഉണ്ടാകുന്നത്. ഈ വൈബ്രേഷനൊക്കെ ഡയറക്റ്റ്ലി കാറിൻ്റെ ചൈസിയിലേക്കാണ് പോകുന്നത്. റേസിനിടയിൽ റേസ് കാറുകളുടെ ഗിയർ ബോക്സുകൾ 150 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാവും. അതിനെ തണുപ്പിക്കാനായിട്ട് അതിൽ സിന്തറ്റിക് ആയിട്ടുള്ള കൂളൻസും അതേപോലെ കോംപ്ലക്സ് ആയിട്ടില്ല വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കൂളിംഗ് സിസ്റ്റം. റേസ് കാറുകളുടെ ഗിയർ ബോക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ടൈറ്റാനിയം പോലുള്ള ഹെവി മെറ്റൽസ് ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ടാണ് അത്രയും ഡ്യൂറബിളും ഹീറ്റും ഒക്കെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. ടീമുകൾക്ക് സർക്യൂട്ട്സ് അനുസരിച്ചിട്ട് ഗിയറുകളുടെ റേഷ്യോ ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. എക്സാമ്പിളായിട്ട് മൊണാക്കോയിലെ സർക്യൂട്ട്സ് എപ്പോഴും കോർണേഴ്സും അല്ലെങ്കിൽ സ്ലോ സർക്യൂട്ടാണ്. കോർണേഴ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളുണ്ട്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി ടൈം കാർ സ്ലോ ആയിരുന്നു. ആ സമയത്ത് കുറഞ്ഞ റേഷ്യോ ഉള്ള ഗിയേഴ്സ് വരും. പക്ഷേ അതല്ല, ഇറ്റലിയിലെ മോൺസയിലെ സർക്യൂട്ട് എന്ന് പറയുന്നത് ലോങ് സർക്യൂട്ട്സാണ്. സ്ട്രെയിറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം കാർ എപ്പോഴും ഫാസ്റ്റ് ആയിരിക്കും. അപ്പം ഇച്ചിരിയുടെ റേഷ്യോ കൂടി DS ഉപയോഗിക്കാം. പക്ഷേ F1-ൽ 2014 ശേഷം ഈ ഒരു സിസ്റ്റം FIA നിരോധിച്ചു. കാരണം ഒത്തിരി എക്സ്പെൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 2014 ശേഷം ഫോർമുല 1 കാറുകളുടെ ഗിയർ ബോക്സിൽ ഒരു സുപ്രധാനമായിട്ട് ചേഞ്ച് FIA കൊണ്ടുവന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം, അതായത് ഓരോ ട്രാക്ക് അനുസരിച്ചിട്ടും ഗിയർ ബോക്സുകൾ ഡിസൈൻ ചെയ്യുന്നതിന് പകരം ഒരു ഇലക്ട്രിക്കൽ പവർ യൂണിറ്റ് കൊടുക്കുന്നത്. അതായത് ഓരോ ട്രാക്കിനനുസരിച്ചിട്ടും ടീമിന് വേണ്ട അത്ര പവർ കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇലക്ട്രിക്കൽ യൂണിറ്റ് കൂടെ ഫിറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊണാക്കോയിലെ ട്രാക്കിൽ ഞാൻ പറഞ്ഞില്ല, സ്ലോ ട്രാക്കാണ്. അതിനിപ്പം ആ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഗിയർ സിസ്റ്റം അഡ്ജസ്റ്റ് ആവും. പക്ഷേ മോൺസയിലെ ട്രാക്കിൽ ഫാസ്റ്റ് സർക്യൂട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇലക്ട്രിക്കൽ ഗിയർ സിസ്റ്റം ഫാസ്റ്റ് ആവും. ഗിയർ സിസ്റ്റത്തിൽ മാത്രമേ ചേഞ്ച് വരുത്തുന്നതിൽ FIA വിലക്ക് കൊണ്ടുവന്നുള്ളൂ. ബാക്കി അവർക്ക് ഡിഫറൻഷ്യലിലോ അല്ലെങ്കിൽ എഞ്ചിൻ മാപ്പിങ്ങിലൊക്കെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ടീമുകൾ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനെ ഫൈൻ ട്യൂൺ ചെയ്യുക, അല്ലെങ്കിൽ ഡിഫറൻഷ്യലിനെ ഫൈൻ ട്യൂൺ ചെയ്തിട്ട് അവരുടെ കാറിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ ശ്രമിക്കുന്നു. ഫോർമുല 1 കാറുകളിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് 5 മില്ലി സെക്കൻഡിനുള്ളിലാണ്. സോ നിങ്ങൾക്ക് F1 കാറുകൾ ഇവിടുത്തെ F1 ഗിയർ ബോക്സിനെ കുറിച്ചോ F1 റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെന്ന് കമൻറ്റ് ചെയ്യാം. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.